വഴിത്തിരക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവയായ ദളിത് സ്ത്രീയെ അയൽവാസി മർദ്ദിച്ചതായി പരാതി. ചപ്പാത്ത് പൊരുകണിയിൽ താമസക്കാരിയായ പനവിള പുത്തൻവീട്ടിൽ മരിയ പുഷ്പമാണ് അയൽവാസി. പുത്തൻവീട്ടിൽ PT സാധുവിനെതിരെ ഇടുക്കി SP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. വഴിത്തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന വിധവയായ ദളിത് സ്ത്രീയെ അയൽവാസി മർദ്ദിച്ചതായിട്ടാണ് പരാതി. ചപ്പാത്ത് പൊരുകണിയിൽ താമസിക്കുന്ന പനവിള പുത്തൻവീട് മരിയ പുഷ്പമാണ് അയൽവാസി പുത്തൻവീട്ടിൽ PT സാധുവിനെതിരെ ഇടുക്കി SP അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. തന്റെ പുരയിടത്തിൽ നടപ്പാത അയൽവാസി റോഡാക്കി മാറ്റിയെന്നും ഇത് സ്വന്തമാക്കാൻ തന്നെ ഉപദ്രവിക്കുകയാണെന്നുമാണ് പരാതിയിൽ പറയുന്നത്. മറ്റൊരു വഴി ഇവർക്കുണ്ടായിട്ടും ഈ വഴി സ്വന്തമാക്കാനാണ് ഉപദ്രവം നടത്തുന്നത്. തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതായും പുരയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ തള്ളി വീഴ്ത്തിയതായും പുഷ്പം പറഞ്ഞു. കയറ്റെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് വീതി കൂട്ടിയിട്ട് വലിയ ലോറിയാക്കി എൻ്റെ മിറ്റമെല്ലാം ഇടിഞ്ഞ് കിടക്കുക. ഞാൻ പറയാൻ പോയാൽ എന്നെ അടിക്കാൻ തന്നെ വരുന്നത്. എന്നെ പല പ്രാവശ്യമായി എന്നിപ്പോൾ അടിക്കാനും ഞാനും പരാതികൾ കൊടുത്തിട്ട് അത് അന്വേഷിക്കാൻ ആരും ഒന്നും തയ്യാറായില്ല. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആശുപത്രിയിലായിരുന്നു. 15-ാം തീയതി ഒന്ന് ഈ PT സാധു എന്ന് പറയുന്നത് പക്ഷേ അടിയിൽ നിന്ന് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അന്നേരം അത് പോലീസ് സാറിനോട് ചെന്ന് ഞാൻ പരാതി കൊടുത്ത് അന്വേഷിക്കാൻ വന്നപ്പോഴത്തേക്ക് സാധു അത് മുൻകൈ എടുത്ത് വരുമോ, വിളിച്ചാൽ വരുമോ, മാറിപ്പോവുകയൊക്കെ ചെയ്യുന്നത് നിൽക്കുകയാണ്. എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല. വെളിയിൽ ഇറങ്ങാൻ പറ്റുകയില്ല. കഥ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിനിഞ്ഞാന്ന് മുതൽ അയൽവാസി സിബു, അതുപോലെ രഞ്ജിത്ത്, ആറുമുഖം എന്ന 3 പേരെയും വിളിച്ചുകൊണ്ട് രാത്രി വന്ന് കറുക് തട്ടുകയും കല്ലെടുത്തെറിയുകയും നീ ഇവിടെ ഒന്നിൽ സാധുവിന് റോഡ് എഴുതി കൊടുത്ത്, അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് വിട്ട് നിന്റെ മക്കളുടെ അടുത്ത് പോകും, ഇവിടെ ഞങ്ങൾ താമസിക്കാൻ വിടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ദിവസം എന്നെ ഉറക്കിയിട്ടില്ല. അതുപോലെ ശല്യങ്ങൾ ചെയ്യുവാൻ നിരന്തരം ആൾക്കാരെ വിളിച്ചുകൊണ്ട്. മരിയ പുഷ്പം ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ല. തുടർന്ന് ഇടുക്കി വനിതാ സെല്ലിലും പരാതി നൽകി. എന്നാൽ അവിടെയും തനിക്ക് വേണ്ട നീതി ലഭിച്ചില്ലെന്നും മരിയ പുഷ്പം പറഞ്ഞു. തുടർന്ന് ഇടുക്കി SP പരാതി നൽകിയിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.